കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് ടീമുകളെ സ്റ്റേഡിയത്തിലേക്ക് ആനയിച്ചത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. ദുരന്ത മേഖലയിലെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി MESന്റെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെയൊരു അവസരം ഒരുക്കിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി 33 വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയുമാണ് MESന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിൽ 22 കുട്ടികളാണ് ഇരു ടീമുകളിലെയും താരങ്ങളെ ലൈനപ്പിനായി സ്റ്റേഡിയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത്. മറ്റുള്ള 11 കുട്ടികൾ താരങ്ങളെ സ്വീകരിക്കാനായി അണിനിരന്നു. പിന്നെ കോഴിക്കോട് ഇറങ്ങി ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സ്, ഷൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എടുത്തു തന്നു. പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ച് കൊച്ചിയിലോട്ട് വന്നു. പിന്നെ രാവിലെ MES കോളേജിൽ ഫ്രഷപ്പ് ചെയ്യാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് മെട്രോയിൽ കയറി. പിന്നെ ഇവിടെ ഒരു ഓണം ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ദുരിതമേഖലയിലെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവോണ ദിനത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സക്കീർ ഹുസൈൻ പറഞ്ഞു. ഒന്നിച്ചോണം കൂടെയുണ്ട് MES വയനാടിനൊപ്പം എന്ന സ്ലോഗനോടുകൂടിയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ന് നടക്കുന്ന കളിയിൽ ലൈനപ്പിന് വയനാടിലെ ചൂരൽമലയിലെ വെണ്ണാർമല GHS സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളത്. വെള്ളാർമല സ്കൂൾ, മുണ്ടക്കൈ LP സ്കൂൾ, മേപ്പാടി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ചാത്തമംഗലം MES കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷാഫി പുൽപ്പാറയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ കൊച്ചിയിലേക്ക് എത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.